5 സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ BJP ഏത് തട്ടിലിട്ട് നോക്കിയാലും സ്റ്റാർ ആയി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളവും തമിഴ്നാടും ഒഴികെയുള്ള ബാക്കി 3 സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ കയറുന്നു. അതിൽ പ്രധാനമാണ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം. ബംഗാളിൽ BJPയുടെ തപസ്സിന്റെ BJPയുടെ ആ ഒരു വലിയ ബലിദാനത്തിന്റെ ഫലമായിട്ടാണ് ബംഗാളിൽ BJP അധികാരത്തിൽ കയറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ 200 സീറ്റുകളോട് അടുക്കുകയാണ് BJP എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മമതാ ബാനർജി അവിടെ തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പരാജയപ്പെടുന്നതായി കാണാം. അതേസമയം അഴിമതി ആരോപണങ്ങൾ മുതൽ ആഭ്യന്തര കലഹം വരെ ദീദിയുടെ ശക്തി കേന്ദ്രത്തിൽ ഉണ്ടായ സ്വാധീനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അവിടെ ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. സ്ട്രീറ്റ് ഫൈറ്റർ മുതൽ അധികാരത്തിന്റെ കൊടുമുടി വരെയുള്ള മമതാ ബാനർജി എപ്പോഴും ബംഗാളികൾക്ക് ഒരു ആവേശം തന്നെയായിരുന്നു. 1955 ജനുവരി 5 കൊൽക്കത്തയിലെ ഒരു മധ്യവർഗ ബ്രാഹ്മണ കുടുംബത്തിലാണ് മമതാ ബാനർജി ജനിച്ചത്. അവർ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിനിയാണ്. 1975 ജനുവരി 20 അടിയന്തരാവസ്ഥ കാലത്ത് 18 വയസ്സുള്ള തെരുവ് പോരാളി മമത ജയപ്രകാശ് നാരായണന്റെ കാറിന്റെ ബോണറ്റിൽ ചാടിക്കയറി. ഈ സംഭവത്തിന് ശേഷം അവരുടെ പേര് ലോകമെമ്പാടും രാജ്യമെമ്പാടും പ്രശസ്തയായി. ഇതിനുശേഷം 1984 മുതിർന്ന നേതാവും സോംനാഥ് ചാറ്റർജിക്കെതിരെ കോൺഗ്രസ് മമത രംഗത്തിറക്കി. അതിൽ സോമനാഥിനെ പോലെയുള്ള ഒരു ശക്തനെ മമത പരാജയപ്പെടുത്തി ഭീമൻ കൊലയാളി എന്ന പദവി നേടി. ഇവിടെ നിന്നാണ് മമതയുടെ രാഷ്ട്രീയ ജീവിതം പ്രധാനമായും ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിയുടെ കോളറിൽ പിടിച്ചത് മുതൽ മമതാ ബാനർജിയുടെ വലിയ രീതിയിലുള്ള ആ ഒരു ധാർഷ്ട്യം രാജ്യമെമ്പാടും ചർച്ച ചെയ്തതാണ്. പക്ഷേ ബംഗാളിലെത്തിയപ്പോൾ ആ ധാർഷ്ട്യം ജനങ്ങളുടെ കോളറിൽ പിടിക്കാനായിരുന്നു മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ജനങ്ങളുടെ കോളറിൽ പിടിച്ച മമതാ ബാനർജിയെ ഇത്തവണ മമതാ ബാനർജി ആ ജനങ്ങൾ തന്നെ തൂത്തെറിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. BJPക്ക് ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയമാണ് ബംഗാളിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി BJPയുടെ ഈ വിജയത്തിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം, അതായത് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളൊന്നാണ് BJP ഇപ്പോൾ കൈയടക്കി വച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിക്ക് വീണ്ടും തുടരാൻ, അല്ലെങ്കിൽ BJPക്ക് ഒരു 10, 30 അല്ലെങ്കിൽ 50 കൊല്ലക്കാലത്തേക്ക് മുന്നിലേക്ക് വരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്തായിരുന്നാലും പ്രതീക്ഷിച്ചത് സംഭവിച്ചിരിക്കുന്നു. ബംഗാളിൽ BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.